ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. മോർണിംഗ് വാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവിത, അപ്പൊ സ്ട്രോങ് അല്ലേ? പിന്നെ ഡബിൾ സ്ട്രോങ് ആണ്. അപ്പൊ നമ്മൾ ഈ എനർജിയോടെ തന്നെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് മോർണിംഗ് വാക്കിലേക്ക്. ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം അല്ലെ. ഇന്ന് ഫെബ്രുവരി 19 തീയതിയാണ്, ബുധനാഴ്ചയാണ്, കുംഭം 7. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിനമാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന ദിനം കൂടിയാണ്. എല്ലാ ദിവസവും ഇത് പറയുന്നുണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അത്രമാത്രം വാർത്തകളുണ്ട് അല്ലേ. ഓരോ മണിക്കൂറിലും പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് ഓൾറെഡി ഉള്ള വാർത്തകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും അടുത്ത ഒരു മണിക്കൂർ നേരം ഈ വാർത്തകളും ഒപ്പം വർത്തമാനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാം. അപ്പോൾ നിങ്ങളിൽ എത്ര പേര് റെഡിയാണ് മോർണിംഗ് വാക്കിനായി, അതൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പോവല്ലേ? എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യെസ്, അപ്പോൾ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് മോർണിംഗ് വാക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാം നടന്നു തുടങ്ങാം. അപ്പോൾ നിങ്ങളിൽ എത്ര പേരാണ് മോർണിംഗ് വാക്കിനായി ഇറങ്ങിയിരിക്കുന്നതെന്നൊക്കെ അറിയിക്കുക. നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് ഈ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ സെക്കൻഡ് റീച്ചിലാണ്. നമ്മൾ റോഡിലാണ് നടന്നു വരുന്നത്. അപ്പോൾ വാർത്തയിലേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തായിരിക്കുന്നു? ആദ്യം തന്നെ പോകേണ്ടത് അതിരപ്പള്ളിയിലേക്കാണ്. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം അതിങ്ങനെ പുരോഗമിക്കുകയാണ്. പക്ഷെ ആന ഇപ്പോൾ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിന് പുറത്താണ്. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ്. മാത്രമല്ല ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന് ഇന്നലെ തന്നെ ചീഫ് വൈൽഡ് ലൈഫ് ഓഫീസർ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ആനയെ എങ്ങനെയെങ്കിലും പിടികൂടി അതിന് വേണ്ട ചികിത്സ നൽകുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. അത് കഴിഞ്ഞിട്ട് ഈ ആനയെ മാറ്റാനായിട്ടുള്ള കൂടെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിലവിലെ സാഹചര്യം നമുക്ക് ചോദിക്കാം. സൂരജ് സജി തയ്യാറായിട്ടുണ്ടല്ലേ? സൂരജ് സജി, വെരി ഗുഡ് മോർണിംഗ്. അതിരപ്പള്ളിയിലാണ് ഉള്ളതെന്നറിയാം. സാധാരണഗതിയിൽ ഈ മസ്തകത്തിൽ മുറിവേറ്റ ഈ ആന, അതിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ്. നമ്മളെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്. നമ്മുടെ സ്ക്രീനിലേക്ക്, നമ്മുടെ ക്യാമറ കണ്ണിലേക്ക് പലപ്പോഴും നമ്മൾ അറിയാതെ പെട്ടെന്ന് കടന്നു വരാറുള്ള ആനയാണ് എന്ന് എടുത്തു വരാണല്ലോ. ഇപ്പോൾ എന്താണ് ഈ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഏത് മേഖലയിലാണ് ആനയ്ക്കുള്ള തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്? ഈ ദൗത്യ സംഘത്തിൽ ആരൊക്കെ, ദൗത്യം എങ്ങനെ? പ്രജിൻ, പ്രവിത, ഗുഡ് മോർണിംഗ്. ദൗത്യം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഡോക്ടർ അരുൺ സക്രി അടക്കമുള്ള സംഘം ഇപ്പോൾ വെറ്റ്ലപ്പാറ പ്ലാന്റേഷനിൽ എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ DFO ആർ ലക്ഷ്മി, ഇവരുടെ നേതൃത്വത്തിലാണ് നിലവിൽ ഈ ദൗത്യം പുരോഗമിക്കുന്നത്. ദൗത്യ സംഘങ്ങളെല്ലാം തന്നെ ഈ വെറ്റ്ലപ്പാറയിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വനം വകുപ്പിന്റെ നിരീക്ഷണത്തിന് പുറത്ത് ആയിരിക്കുന്നു ഈ ആന എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആനയെ കണ്ടെത്തുന്നതിനുള്ള നടപടിയാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി ആദ്യം സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ അതിരപ്പള്ളി മേഖലയിൽ വെളിച്ചം തീരെ വീണു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആന എവിടെയാണെന്ന് സംബന്ധിച്ച് ലൊക്കേറ്റ് ചെയ്യുന്നതിന് ഈ വെളിച്ചം ഈ ഘട്ടത്തിൽ പരിമിതിയാണ്. പക്ഷെ കുറച്ചുകൂടി നേരം പുലരുന്നതോടുകൂടി ആന എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ വനംവകുപ്പിന്റെ വിവിധ ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ ഈ വനമേഖലയിലും അതോടൊപ്പം തന്നെ പ്ലാന്റേഷൻ മേഖലയിലും എല്ലാം വിവിധ മേഖലകളിൽ തിരച്ചിൽ നടത്തുന്നു. എനിക്ക് പിന്നിൽ കാണുന്ന, ഞാനിപ്പോൾ ഉള്ളത് വെറ്റ്ലപ്പാറ പ്ലാന്റേഷൻ 14ലാണ്. ഇതിനപ്പുറം ചാലക്കുടി പുഴയാണ്. ഈ പുഴയ്ക്കക്കരെ എല്ലാം തന്നെ വ്യാപകമായ തിരച്ചിൽ ആനയ്ക്ക് വേണ്ടി വനംവകുപ്പിന്റെ വിവിധ സംഘങ്ങൾ നടത്തുന്നുണ്ട്. അരുൺ സക്രിയയും ആർ ലക്ഷ്മിയും എല്ലാം തന്നെ ഈ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് ഈ പ്ലാന്റേഷനകത്തുള്ള ഒരു ഫാക്ടറിയാണ്. ഫാക്ടറിയോട് ചേർന്നുള്ള അംഗനവാടിയിലാണ് ഈ കുങ്കിയാനകൾ അടക്കമുള്ളത്. അവിടെ ഒരു ബേസ് ക്യാമ്പ് ആക്കിക്കൊണ്ടാണ് നിലവിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇന്നലെ എല്ലാം തന്നെ, അതായത് ഈ കുങ്കിയാന നിന്നിരുന്നതിന് അല്പം മാറിയാണ് ഈ ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആന അധിക ദൂരത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ഈ വെളിച്ചം വീണു തുടങ്ങിയാൽ ആനയെ ട്രാക്ക് ചെയ്താൽ ഉടൻ തന്നെ മയക്കുവെടി വെച്ച് ആനയെ പിടികൂടുക എന്നുള്ളതാണ്. വെയിൽ ഉറക്കുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ ചൂട് കൂടുതലാണ്, ഈ ചൂട് കൂടുന്നതിന് മുൻപ് തന്നെ ഈ മയക്കുവെടി വെച്ച് ആനയെ പിടികൂടി ഈ കോടനാട് അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ചൂട് കൂടിയാൽ ഈ ആനയുടെ ആരോഗ്യസ്ഥിതി അടക്കം മോശമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായി ഈ മയക്കുവെടി വെച്ചതിന് ശേഷം ചൂട് കൂടി അനുഭവപ്പെട്ടാൽ ആനയുടെ ആരോഗ്യസ്ഥിതി എന്താകും എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് അതിരാവിലെ തന്നെ, അതായത് ദൗത്യസംഘമൊക്കെ 5:30 ഈ മേഖലയിലേക്ക് എത്തിയെന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ ഒരു വിലയിരുത്തൽ. ആനയെ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൂടടക്കം കോടനാട് സജ്ജമാണ്. ആനയെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് 3 കുങ്കിയാനകളെ വയനാട്ടിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. അനിമൽ ആംബുലൻസ് അടക്കം സജ്ജമാക്കിക്കൊണ്ട് ഇപ്പോൾ ആനയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തിരച്ചിലാണ് ഈ മേഖലയിൽ നടക്കുന്നത്. പ്രജിൻ, പ്രവിത. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ആ ദൗത്യം ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഇത് നമുക്കും ഈ ആനയെ ഇങ്ങനെ പിടികൂടി ഇതിന് ചികിത്സ നൽകുമ്പോൾ നമുക്കൊരു അഭിമാനമുണ്ട്. കാരണം ആ ആനയുടെ ഈ ദുരവസ്ഥ നമ്മളാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. 24 ആണ് വാർത്ത പുറത്തുവിട്ടത്. അപ്പോൾ ആനയെ എത്രയും വേഗം പിടികൂടി അതിന് ചികിത്സ നൽകാനാകട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ചൂട് കൂടുന്നതോടുകൂടി കൂടുതൽ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങൾക്ക് ആവശ്യമായ വെള്ളമൊന്നും കാട്ടിനകത്ത് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും അവ കാടിറങ്ങുക. അപ്പോൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുക
കാണുകയാണ് വനം വകുപ്പ് ഇപ്പോൾ. കുടിവെള്ളം ഒരുക്കുക എന്നുള്ളതാണ് അല്ലെ ആ ഒരു പദ്ധതി ഇപ്പോൾ വനം വകുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് അറിയുന്നത്. നിലമ്പൂർ കരുളായി റേഞ്ചിലെ ഉൾവനത്തിലാണ് ഈ തടയണയൊക്കെ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമാണ് ഒരു പോംവഴി എന്ന് വനംവകുപ്പ് കണ്ടെത്തുന്നുണ്ട്. കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള വന്യജീവികൾ കുടിവെള്ളം തേടി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ പദ്ധതി കരുളായിൽ നടപ്പിലാക്കുന്നത്. നിലമ്പൂരിൽ വന്യമൃഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് കരുളായി റേഞ്ച്. ഈ വനമേഖലയിലാണ് തടയണ നിർമ്മിച്ച് ജലലഭ്യത ഉറപ്പുവരുത്തിയിരിക്കുന്നത്. വനം വകുപ്പും വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ്ബും ചേർന്ന് മൂത്തേടം പൂളയ്ക്കാംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെ എട്ടുകണ്ണിയിൽ ഈങ്ങാർത്തോടിന് കുറുകെയാണ് തടയണ നിർമ്മിച്ചത്. ക്ലബിലെ 30ഓളം അംഗങ്ങൾ ഭാഗമായി. അപ്പോൾ ഇത് വന്യജീവി വകുപ്പ് പുതുതായി നടപ്പാക്കുന്ന മിഷൻ ഫുഡ് ഫോഡർ വാട്ടർ സ്കീമിൽ ഉൾപ്പെടുത്തി തടയണ നിർമ്മിച്ചാൽ മൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ജലം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ തടയണ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. വേനൽ കടുത്തതോടെ കാട്ടിനുള്ളിലെ ജലാശയങ്ങൾ ഏറെക്കുറെ വറ്റുവരണ്ട അവസ്ഥയിലാണ്. മൃഗങ്ങൾ കുടിവെള്ളം തേടി നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഇനി ഏറെയുമാണ്. ഇതിന് തടയിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തടയണയിൽ വെള്ളം നിറഞ്ഞ് പൊട്ടിപ്പോകാതിരിക്കാൻ കോൺക്രീറ്റ് പൈപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയോട് ചേർന്ന വനം പ്രദേശത്ത് അടിക്കാടുകൾ വെട്ടുന്ന നടപടിയും വനം വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. 24 മലപ്പുറം. യെസ്, അപ്പോൾ അതാണ് വനം വകുപ്പിന്റെ തടയണ ആ രീതിയിൽ കരുളായിൽ ഒരുങ്ങുന്നുണ്ട്. ഈ നിലമ്പൂർ ഭാഗത്തെ തടയണ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഈ PV അൻവറിന്റെ വിവാദമായ തടയണയൊക്കെ മനസ്സിലേക്ക് വന്നു. എന്നാൽ ഇത് അതല്ല, വനം വകുപ്പിന്റെ തടയണയാണ്. മാത്രവുമല്ല വന്യജീവികൾക്ക് വേണ്ടിയിട്ടുള്ള തടയണയാണ്. അതിൽ വെള്ളം നിറച്ച് എന്താണ് പറയുക, അവർക്ക് വെള്ളം ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ ഒരു പരിധിവരെയൊക്കെ ഈ വന്യജീവി ആക്രമണം ഒഴിവാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ വനം വകുപ്പ്? നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് പോകാം. രാഷ്ട്രീയ വാർത്ത, പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയിലേക്കാണ് പോകുന്നത്. വിവാദ വിഷയങ്ങൾക്കിടെ LDF യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല അനുമതി നൽകാനുള്ള തീരുമാനത്തെയും കിഫ്ബി റോഡുകളിൽ യൂസർ ഫീ പിരിക്കാനുള്ള നീക്കത്തെയും CPI എതിർക്കും. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തിനുള്ള അവഗണനയ്ക്കെതിരെ സമരപരിപാടികളാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. സജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. അജീഷ്, അപ്പോൾ LDF ഒരു നിർണായക യോഗത്തിനായിട്ടാണ് ഇന്ന് ചേരാൻ പോകുന്നത്. അപ്പോൾ അതിൽ CPIയുടെ എതിർപ്പ് വിവിധ വിഷയങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മദ്യനിർമ്മാണശാലയാണ്. അതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നൊക്കെ CPI ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ട്. അത് LDF യോഗത്തിൽ ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് പ്രതികരണങ്ങൾ എന്തായിരിക്കും, അതിനൊക്കെ തന്നെ രാഷ്ട്രീയ കൗതുകമുണ്ട്. അപ്പോൾ എത്ര മണിക്കാണ് യോഗം ആരംഭിക്കുന്നത്, ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കും എന്നതൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രജൻ സ്മിത, എന്തായാലും ഇന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് LDF യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. ഇന്ന് CPIയുടെ ആസ്ഥാന മന്ദിരമായ MN സ്മാരകത്തിൽ വെച്ചാണ് LDF യോഗം ചേരുന്നത്. ആദ്യമായിട്ടാണ് ഈ പുതുക്കിയ MN സ്മാരകത്തിലേക്ക് മുഖ്യമന്ത്രിയും മറ്റ് ഘടകകക്ഷികളും എത്തുന്നത്. ഈ പുതിയ നവീകരിച്ച പാർട്ടി ഓഫീസ് കാണുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട് ഇന്നത്തെ LDF യോഗത്തിന്. വൈകിട്ട് 3:30ക്കാണ് LDF യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായും ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള അവഗണന, ഇതിലുള്ള പ്രതിഷേധ പരിപാടികൾ, സമരപരിപാടികൾ എങ്ങനെ തീരുമാനിക്കണം, ഇതാണ് അജണ്ടയായി തീരുമാനിക്കുന്നത്. പക്ഷേ ഈ പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രുവറി പ്ലാന്റ്, അതുപോലെ തന്നെ സ്വകാര്യ സർവകലാശാല, മാത്രമല്ല കിഫ്ബി റോഡുകളിലെ യൂസർ ഫീ, ഈ വിഷയങ്ങളും ഇന്നത്തെ LDF യോഗത്തിൽ ചർച്ചയ്ക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രുവറി പ്ലാന്റിലും കിഫ്ബി യൂസർ ഫീയിലും CPI നേരത്തെ തന്നെ എതിർപ്പ് അറിയിച്ചതാണ്. എലപ്പുള്ളിയിലെ വിഷയത്തിൽ പാലക്കാട് ജില്ലാ കൗൺസിൽ തന്നെ എതിർപ്പ് അറിയിച്ചു, സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. സംസ്ഥാന കമ്മിറ്റി തന്നെ അവരുടെ നിർവാഹക സമിതി യോഗത്തിൽ ഈ എതിർപ്പിനെ അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ LDF യോഗത്തിലും പാലക്കാട് വിഷയത്തിൽ അവർ ആ എതിർപ്പ് ഉന്നയിക്കും. കിഫ്ബി യൂസർ ഫീ വിഷയത്തിലും അവർ എതിർപ്പ് അറിയിക്കും. പക്ഷേ CPMന്റെ ഭാഗത്ത് നിന്ന് കിഫ്ബി റോഡുകൾ ആദായകരമാക്കുക എന്നൊരു, അതായത് നിയമസഭയിൽ അവർ സ്വീകരിച്ച നിലപാട് തന്നെയായിരിക്കും CPMന്റെ ഭാഗത്ത് നിന്ന് ഇന്നത്തെ LDF യോഗത്തിൽ ഉന്നയിക്കുക. പ്രധാനമായി സ്വകാര്യ സർവകലാശാലയിലെ കാര്യത്തിലും സർക്കാരിൻ്റെ ഒരു നയമാറ്റമാണ് കാണുന്നത്. CPI ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നതും ഏറെ നിർണായകമാണ്. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ LDF യോഗത്തിൽ ഈ വിഷയങ്ങൾ വരുമ്പോൾ, അത് ചർച്ചയായി വരുമ്പോൾ എന്താണ്, ഏതൊക്കെ നേതാക്കൾ ഏതൊക്കെ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടി നിലപാട് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. എന്തായാലും CPM ഈ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ട് പോകുമെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. അതിൽ CPIയുടെ എതിർപ്പൂരും കൂടി വരുമ്പോൾ അതിന് കൂടുതൽ മറ്റാളുകൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, മറ്റ് ഘടകകക്ഷികൾക്ക് എന്താണ് അഭിപ്രായം, ഇതൊക്കെ ഇന്ന് യോഗത്തിൽ കണ്ടറിയാം.
ഇനി നമുക്ക് മറ്റൊരു ആശ്വാസകരമായ വാർത്തയിലേക്ക് പോകാം. ആശ്വാസം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ വാർത്ത വന്നത്. പറയാൻ പോകുന്ന വാർത്ത എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ ആകെ ഞെട്ടിപ്പിച്ച അല്ലെങ്കിൽ നമ്മളെ വലിയ ആശങ്കയിലാക്കിയ ഒരു സംഭവമാണ് ഒരു 8ാം ക്ലാസ്സുകാരിയെ പെട്ടെന്ന് കാണാതാവുക. നമ്മുടെയൊക്കെ മനസ്സിപ്പോൾ ഈ ഒരു കുട്ടിയെ രാത്രിയിൽ കാണാതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ ഈ ആലുവയിലെ സംഭവങ്ങളിലേക്കും ഒക്കെ നമ്മൾ പെട്ടെന്ന് പോകും അല്ലേ? അപ്പൊ എന്തായാലും അതിലൊരു ശുഭപര്യവസാനം ആയിട്ടുണ്ട്. അപ്പോ എന്താ ഈ പെൺകുട്ടിയെ കാണുന്നില്ല, 8ാം ക്ലാസ് വരെ കാണുന്നില്ല എന്നുള്ള വാർത്തകൾ, അതെ 7ാം ക്ലാസ് വരെ കാണുന്നില്ല എന്നുള്ള വാർത്തകൾ കണ്ട് നാട്ടുകാരാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. അപ്പോൾ ഈ കുട്ടിയെ വല്ലാർപാടത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്കൂൾ വിട്ട് ഏറെ നേരമായും കുട്ടിയെ വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ള പരാതിയുമായിട്ടാണ് രക്ഷിതാക്കൾ എത്തിയത്. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. മണിക്കൂറുകൾ നീണ്ട ഒരു ആശങ്കയ്ക്കൊടുവിലാണ് ആശ്വാസമായ ആ വാർത്ത എത്തിയത്. പോലീസും പഴുതടച്ച രീതിയിലാണ് കുട്ടിക്കായുള്ള അന്വേഷണം നടത്തിയത്. അങ്ങനെ ഒടുവിൽ കുട്ടിയെ കണ്ടെത്തി. അത് വലിയ സന്തോഷ വാർത്തയായി മാറി. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് കൊച്ചി സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി തൻവിയെ കാണാതാവുന്നത്. കുട്ടി സ്കൂൾ വിട്ട് സൈക്കിളിൽ വരുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പച്ചാളം, കാട്ടുങ്കൽ, അമ്പല പരിസരം വരെയുള്ള ദൃശ്യങ്ങളിലാണ് വിദ്യാർത്ഥിയെ അവസാനമായി കണ്ടത്. CCTV ദൃശ്യങ്ങളുടെ ചുവട് പിടിച്ച് നഗരത്തിലാകെ പോലീസ് തെരച്ചിൽ. ഒടുവിൽ വല്ലാർപാടത്ത് വെച്ച് കുട്ടിയെ കണ്ടെത്തിയെന്ന് വിവരമറിഞ്ഞതിന് പിന്നാലെ സെൻട്രൽ ACP ജയകുമാറും സംഘവും മാതാപിതാക്കളുമായി വല്ലാർപാടത്തേക്ക്. നാട്ടുകാരനായ ജോർജാണ് വാർത്ത കണ്ട് വിദ്യാർത്ഥിയെ തിരിച്ചറിഞ്ഞത്. പിന്നീട് സുരക്ഷിതമായി ആശ്വാസകരങ്ങളിൽ ഏൽപ്പിച്ചു. കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആകെ വിഷമിച്ച് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർക്ക് അറിയൊന്നും വേണ്ട, വിഷമിക്കണ്ട, നമുക്ക് ഇതൊക്കെ എല്ലാം കോംപ്രമൈസ് ആക്കാന്നൊക്കെ പറഞ്ഞ് കൂളാക്കി നിർത്തി. കൈവശമുണ്ടായിരുന്ന ഫോൺ സ്കൂളിൽ പിടിച്ചുവെച്ചത് മാനസിക വിഷമത്തിലാക്കിയെന്ന വിദ്യാർത്ഥി 24-നോട്. വിഷമം വന്നപ്പോ സൈക്കിൾ ഊട്ടി പോയി. സ്കൂളിൽ പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും നന്ദിയെന്ന മാതാപിതാക്കൾ 24-നോട്. ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല, സന്തോഷം. ശ്രമകരമായ തിരച്ചിലിനൊടുവിൽ കുട്ടിയെ കണ്ടെത്തിയതിൽ ചാരിതാർത്ഥ്യമെന്ന് സെൻട്രൽ ACP ജയകുമാർ. കാളമുക്ക് പാലത്തിന്റെ അങ്ങേയറ്റം ഒരു സുഹൃത്ത് വാർത്ത കണ്ടിട്ട് ഈ കുട്ടിയെ കണ്ടിട്ട് തടഞ്ഞു നിർത്തി പോലീസിൽ വിവരം അറിയിക്കുകയത്. അല്ല, അവള് വറീഡായിരുന്നു. പക്ഷെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. ഓക്കെ. മാതാപിതാക്കൾക്കൊപ്പം കുട്ടിയെ അമ്മയുടെ വീടായ നായരമ്പലത്തിലേക്ക് കൊണ്ടുപോയി. 24 കൊച്ചി. അപ്പൊ അതാണ് സംഭവിച്ചത്. കുട്ടിയെ കണ്ടെത്താനായതിൽ നമുക്കും സന്തോഷം. അവിടെയും മൊബൈൽ ഫോൺ അല്ലേ, മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിലാണ് സങ്കടം വന്ന് ദേഷ്യം വന്ന് മോള് പുറത്തേക്ക് വീടുവിട്ടിറങ്ങിയത്. പക്ഷെ നോക്കുക, മൊബൈൽ ഫോണൊക്കെ എങ്ങനെയാണ് കുട്ടികളെ സ്വാധീനിക്കുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു രാഷ്ട്രീയ വാർത്തയിലേക്ക് തന്നെയാണ്. വിവാദങ്ങൾക്കിടെ ഡോക്ടർ ശശി തരൂർ MP ഇന്ന് ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ മടങ്ങിയെത്തും. ഇന്നലെ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവരുമായി തരൂർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കണമെന്ന് തരൂരിനോട് നേതാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. തന്നെ ഈ സംസ്ഥാനത്തെ നേതാക്കൾ വേണ്ടവിധം പരിഗണിക്കുന്നില്ല എന്ന പരാതി ശശി തരൂരും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അജീഷ് ജയകുമാർ ഒരിക്കൽ കൂടി ചേരുന്നു ഇതിന്റെ വിവരങ്ങളുമായി. അജീഷ്, വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. അപ്പോൾ കോൺഗ്രസിലെ ഏറ്റവും ഒടുവിൽ വന്ന ഈ വിവാദം, അതായത് ഒരു ശശി തരൂരിന്റെ ലേഖനം, അതിന് പിന്നാലെ ഉണ്ടായ അതൃപ്തി, അതൊക്കെ ഹൈക്കമാൻഡിന് മുന്നിലെത്തിയ ദിവസമാണ് കഴിഞ്ഞ ദിവസം. അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു. രാഹുൽ ഗാന്ധി വിളിപ്പിക്കുന്നു, തരൂർ അവിടെ പോകുന്നു, മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പ്രശ്നം തീർന്നോ? ഇതാണ് ചോദ്യം. കോൺഗ്രസിൽ തരൂർ ഉയർത്തിവിട്ട വിവാദം തീർന്നോ? ഇന്നിപ്പോൾ പ്രതികരണം ഉണ്ടാകുമോ? ഇതൊക്കെയാണ് അറിയേണ്ടത്. പ്രജിൻ, എന്തായാലും എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കി എന്നാണ് നേതാക്കൾ പറയുന്നത്. ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധിയുമായി അരമണിക്കൂർ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. KC വേണുഗോപാലും ഒപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ നേതാക്കൾ പറയുന്നതിനോടൊപ്പം അവരുടെ നിലപാടിനോടൊപ്പം നിൽക്കാൻ ആണ് ശശി തരൂരിനോട് അവർ നൽകിയ ഉപദേശം. അത് ശശി തരൂർ കേൾക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അദ്ദേഹം അതിനുശേഷം ഒരു പരസ്യ പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. അതിനുശേഷം പിൻഗേറ്റ് വഴി ഖർഗെയുമായുള്ള കൂടിക്കാഴ്ച ശേഷം ആ പിൻഗേറ്റ് വഴി പോവുകയായിരുന്നു. മാധ്യമങ്ങൾക്ക് മുഖം കൊടുത്തില്ല. അതിനുശേഷം ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മാധ്യമങ്ങളോട് എന്തു പറയുമെന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം ഈ ആദ്യഘട്ടത്തിൽ ഈ ലേഖനം വന്ന സമയത്തും അതുപോലെ ഈ നരേന്ദ്രമോദി പ്രശംസിച്ചുള്ള ഒരു പ്രതികരണത്തിലും ഒരു ദേശീയ ഏജൻസിക്കാണ് ആ ഒരു ബൈറ്റ് കൊടുത്തത്. ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് മാറ്റിയിട്ടില്ല. പിന്നീട് ഈ നേതാക്കളെല്ലാം കൂട്ടത്തോടെ ആക്രമിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാട് ഒരല്പം ഒന്ന് മയപ്പെടുത്തിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ലേഖനത്തിൻ്റെ കാര്യത്തിലായാലും പിന്നീട്
ഈ ലേഖനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് താൻ ആദ്യം എഴുതിയ ഇംഗ്ലീഷ് ലേഖനം ഒന്ന് വായിക്കൂ, അതിനുശേഷം വിമർശിക്കൂ എന്നൊക്കെയാണ്. അതായത് സംസ്ഥാനത്തെ പല നേതാക്കൾക്കും ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ടാണ് തന്നെ വിമർശിക്കുന്നത് അടക്കമുള്ള ഒരു പരിഹാസമായിരുന്നു ശശി തരൂർ നടത്തിയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനം. ഇന്ന് വൈകിട്ട് അദ്ദേഹം തലസ്ഥാനത്ത് മടങ്ങിയെത്തും. അദ്ദേഹത്തോട് ഈ താങ്കളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ, അദ്ദേഹം ചിലപ്പോൾ നിലപാട് മാറ്റാൻ സാധ്യതയില്ല, പക്ഷേ ഒന്ന് മയപ്പെടുത്തിയായിരിക്കും സംസാരിക്കുക. സംസ്ഥാനത്തെ നേതാക്കൾ വേണ്ട വിധം തന്നെ പരിഗണിക്കുന്നില്ല എന്നൊരു പരാതി ശശി തരൂർ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം ശരിയാക്കാമെന്നാണ് കേന്ദ്ര നേതൃത്വം ശശി തരൂരിന് നൽകിയ ഉറപ്പ്. എന്തായാലും അദ്ദേഹം വൈകിട്ടെത്തും. അതിനുശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ്. യെസ് സജീഷ്, എന്തായാലും ശശി തരൂർ എന്താണ് ഉദ്ദേശിച്ചത് അത് നടന്നോ എന്നതാണ് അറിയേണ്ടത്. കാരണം ഇങ്ങനൊരു വിവാദം അത് മനഃപൂർവ്വം ഉയർത്തിവിടുക, അത് ഹൈക്കമാൻഡിലേക്ക് ഇവിടുത്തെ KPCC നേതൃത്വം എത്തിക്കുക, ആ സമയത്ത് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി പറയുക, ഇതൊക്കെ ആയിരുന്നോ യഥാർത്ഥത്തിൽ തരൂർ ഉദ്ദേശിച്ചത് എന്നൊക്കെ ആർക്കേ അറിയുള്ളൂ? തരൂരിന് മാത്രമേ അറിയൂ. തരൂരിന് ഈ കാര്യത്തിൽ കേരളത്തിൽ വന്നിട്ടൊരു പ്രതികരണം നടത്താൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. മാത്രമല്ല എനിക്ക് അജീഷ് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു, എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയെന്നാണ്. ഇല്ലയോന്നൊക്കെ ഇന്ന് തരൂര് വന്ന് പ്രതികരിക്കുമ്പോൾ അറിയാം. എന്തായാലും ആ പ്രതികരണത്തിന് ഏറെ പ്രസക്തിയുണ്ട്. അത് എന്തായാലും ഇന്ന് മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് ഇടം പിടിക്കുകയും ചെയ്യും. നല്ല ഭംഗിയായി പ്രജൻ ആ സൈഡ് കാണാൻ. ഞാൻ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല മഞ്ഞിങ്ങനെ അല്ലെ, കോട പുതഞ്ഞു കിടക്കുന്നു ആ പാടത്ത്. പക്ഷെ അത് പ്രേക്ഷകരെ ഇപ്പൊ എത്രത്തോളം കാണാൻ പറ്റും. രാഹുൽ വിഎസ് പരമാവധി ഇത് പകർത്താൻ പോകുന്നുണ്ട്. എവിടെ നല്ല ഫ്രെയിമുണ്ട് അപ്പൊ അവിടെ രാഹുൽ വിഎസ് ഓടി വീഴും എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് പ്രേക്ഷകരിലേക്ക് ഏത് രീതിയിൽ എത്തുന്നുണ്ടോ അറിയില്ല. കാരണം വെട്ടം കുറവാണ്. കാരണം ഉദയം ഇപ്പോ കുറച്ച് വൈകിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഉദയം എന്ന് പറഞ്ഞ വിഷ്ണു ഉദയൻ മറ്റേ ക്യാമറയിലുണ്ട്, നിന്നെയല്ല വിഷ്ണു, ഉദയത്തെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോ എനിക്ക് തോന്നുന്നു സമയം അത്രേ 6:21 അപ്പോൾ നമുക്കിനി പോകേണ്ടത് കാസർഗോട്ടേക്കാണ്. അല്പം സങ്കടമുള്ള വാർത്തയാണ് പറയാനുള്ളത്. അവിടുത്തെ എൻഡോസൾഫാൻ ബാധിതരെ പ്രേക്ഷകർ മറക്കാൻ വഴിയില്ല. 1000-ലധികം എൻഡോസൾഫാൻ ബാധിതരുണ്ട്. അവർ സമരത്തിലേക്ക് കടക്കുന്നത് നമ്മൾ നിരന്തരം വാർത്തയായി നൽകിയിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി അവർ കണ്ടു, മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. പക്ഷെ പലതും പാലിക്കപ്പെട്ടിട്ടില്ല. വീണ്ടും സമരത്തിലേക്ക് കടക്കുകയാണ് എൻഡോസൾഫാൻ ദുരന്ത ബാധിതർ. കൃത്യം പറഞ്ഞ 1031 എൻഡോസൾഫാൻ ദുരന്ത ബാധിതരാണ് ഈ രീതിയിൽ നീതി തേടി ഇപ്പോഴും മുഖത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. 2017 പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് 1905 എൻഡോസൾഫാൻ ദുരിതബാധിതരെയാണ് തെരഞ്ഞെടുത്തത്. ഇതിൽ 1031 പേരെ ചികിത്സാ സഹായത്തിനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പ്രശ്നം ചൂണ്ടിക്കാട്ടി സമരം നടത്തുന്നതിനിടെയാണ് ഇവരെ കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി സഹായം പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ നടപടിയുണ്ടായില്ല. അതിനിടെ ചികിത്സ ലഭിക്കാതെ പലരും മരിക്കുകയും ചെയ്തു. ഇതോടെയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും സമരത്തിനിറങ്ങുന്നത്. ഇതിലൊരു തീരുമാനം ഇന്നുവരെ ആയിട്ടില്ല. അതാണ് അമ്മമാർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭമാണ് നടക്കാൻ പോകുന്നത്. ഈ മാസം 27-ന് കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടത്തുന്ന മാർച്ച് പ്രൊഫസർ വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റാനാണ് സമരസമിതി തീരുമാനം. ഇവർക്ക് ചികിത്സ കൊടുക്കണ്ടേ, മരുന്ന് കൊടുക്കണ്ടേ, ഭക്ഷണം കൊടുക്കണ്ടേ? ഈ ഇങ്ങനത്തെ കുഞ്ഞിങ്ങനെ ആയേ ഞങ്ങൾ ആശ്രിതർ അവരെ നോക്കിയിരിക്കാനേ വഴിയില്ല. നമുക്ക് പണിക്കൊന്നും പോകാൻ കഴിയില്ല. ഞങ്ങൾ ഇനിയും തെരുവിലേക്ക് ഇനി ഞങ്ങൾ എന്ത് ചെയ്യുന്ന മക്കളെയും കൊണ്ട് ഞങ്ങൾ ഇരിക്കും നിയമസഭേൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ. അതേ ഞങ്ങൾക്കിനി വഴിയില്ല. 2 വർഷത്തിലേറെയായി സെൽ യോഗം ചേരാത്തതിനാൽ നേരത്തെ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നില്ല. 24 കാസർഗോഡ്. അപ്പോൾ അതാണ് അവർ വീണ്ടും സമരത്തിന് ഇറങ്ങുമ്പോൾ അതിൽ ഇടപെടൽ ഉടൻ തന്നെ വേണം. അവരെ വീണ്ടും സമരത്തിലേക്കൊക്കെ എത്തിക്കുക എന്ന് പറയുന്നത് ഓൾറെഡി വയ്യാതെ ഇരിക്കുന്ന കുട്ടികളുടെ അമ്മമാരാണ്. അതായത് 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ പല രീതിയിൽ അതിന്റെ ഇന്റൻസിറ്റി എത്രമാത്രം ഉണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പേർത്തും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അധികൃതർ ഒരു കൃത്യമായ പരിഹാരം അവർക്ക് നിർദ്ദേശിക്കുന്നില്ല എന്നതാണ് അവരുടെ ആക്ഷേപം. അങ്ങനെയാണ് വീണ്ടും ഈ സമരരംഗത്തേക്ക് അവർക്ക് വരേണ്ടിയും വരുന്നത്. ഇപ്പോൾ സമയം 6:23. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമയം പറയുന്നത് പ്രേക്ഷകർ പിന്നെ പറയും നമ്മൾ സമയം പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഉണ്ട്. കമന്റ്സിലേക്കൊക്കെ വരാം. ഇനി മറ്റൊരു വാർത്ത. കാറ് ഈ അടുത്ത കാലത്ത് വാങ്ങിയ ആളാണ് പ്രവിത. അങ്ങനെയുണ്ട് കാറ് സ്വന്തമായി അങ്ങനെ അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഇലക്ട്രിക് കാറാണോ? ഇലക്ട്രിക് കാറല്ല. എന്നാ ഇലക്ട്രിക് കാറിനെ കുറിച്ച് നമുക്കൊന്ന് പറയണ്ടേ? അതിന് മനസ്സിലായി. ടെസ്ലയെ പറ്റിയിട്ടായിരിക്കും പറഞ്ഞു വരുന്നത് അല്ലേ? അതെ. അപ്പോൾ ഇലോൺ മസ്കിന്റെ ടെസ്ല വൈദ്യുത കാറുകൾ ഇന്ത്യയിലേക്ക് വരാൻ ഒരുങ്ങുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അപൂർണം കൂടെ വാങ്ങിയല്ലോ.
ഓ ഇനി ഒരെണ്ണം കൂടി വേണ്ട. അപ്പോൾ എന്തൊക്കെയാണ് ടെസ്ലയുടെ മോഡലുകൾ എന്ന് നമുക്കൊന്ന് അറിയാം. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ടെസ്ല ഇലക്ട്രിക് വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ. മോഡലുകൾ നമുക്കൊന്ന് കണ്ടുവരാം. എന്താണ് അവരുടെ പ്രത്യേകതകൾ എന്ന് കൂടി അറിയാം. ൽ ടെസ്ല റോഡ്സ്റ്റർ എന്ന മോഡൽ അവതരിപ്പിച്ചുകൊണ്ടാണ് വൈദ്യുത കാർ നിർമ്മാണ രംഗത്തേക്കുള്ള ടെസ്ലയുടെ വരവ്. ഈ 2 സീറ്റർ സ്പോർട്സ് കാറിന് ഒറ്റ ചാർജിങ്ങിൽ 320 കിലോമീറ്ററിലധികം സഞ്ചരിക്കാനാകും. 2012 ടെസ്ല മോഡൽ എസ് വിപണിയിലെത്തിച്ചു. ഈ ആഡംബര ലിഫ്റ്റ് ബാക്ക് സെഡാൻ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പുതിയ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു. ഡ്യുവൽ മോട്ടോർ, ഓൾ വീൽ ഡ്രൈവ്, ഓട്ടോ പൈലറ്റ് സവിശേഷതകൾ, നിമിഷങ്ങൾ കൊണ്ട് വേഗത വർദ്ധിപ്പിക്കുന്നതിനുള്ള ലൂഡിക്രസ് മോഡ് എന്നിവയായിരുന്നു സവിശേഷതകൾ. 2015 ടെസ്ല മോഡൽ എക്സ് എത്തുന്നത്. ഇടത്തരം ആഡംബര ക്രോസ് ഓവർ SUV ആയിരുന്നു അത്. ഫാൽക്കൺ വിംഗ് ഡോറുകളും വിശാലമായ ഇന്റീരിയറും 7 യാത്രക്കാർക്ക് വരെ ഇരിക്കാനുള്ള സൗകര്യവുമായിരുന്നു സവിശേഷത. 2017 ജൂലൈയിലെത്തിയ ടെസ്ല മോഡൽ 3 കുറഞ്ഞ വിലയിലുള്ള ഒരു മിഡ് സൈഡ് സെഡാനാണ്. 2020 മാർച്ചിലെത്തിയ ടെസ്ല മോഡൽ Y ഒരു കോമ്പാക്ട് ക്രോസ് ഓവർ SUV ആണ്. 2023 മോഡൽ Y ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറായി. 2021 ജൂണിൽ വിപണിയിലെത്തിയ ടെസ്ല മോഡൽ എസ് പ്ലേഡ് മോഡൽ എക്സിന്റെ മെച്ചപ്പെട്ട പതിപ്പാണ്. 2022 അവതരിപ്പിച്ച ടെസ്ല മോഡൽ എക്സ് പ്ലേഡ് മോഡൽ എക്സിന്റെ ഉയർന്ന പ്രകടനമുള്ള വേരിയന്റ് ആണ്. 2025 ജനുവരിയിലാണ് ടെസ്ല മോഡൽ Y റിഫ്രഷ് എന്ന പേരിൽ പുതുക്കിയ മോഡൽ Y പുറത്തിറക്കിയത്. പൂർണ്ണമായും സ്വയം ഡ്രൈവിംഗ് ശേഷിയും ഈ കാറിനുണ്ട്. 2023 നവംബറിലാണ് ടെസ്ല സൈബർ ട്രക്ക് വിപണിയിലെത്തിയത്. പെയിന്റ് ചെയ്യാതെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച പിക്കപ്പ് ട്രക്കാണിത്. അതേ വർഷം ഡിസംബറിലെത്തിയ ടെസ്ല സെമിക്ക് ഒറ്റ ചാർജിൽ 800 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയും. റിസർച്ച് ഡെസ്ക് 24. കൊള്ളാല്ലേ ടെസ്ല മേടിക്കാം. മസ്ക് ഒരു കാര്യം പറഞ്ഞതാണ്. കാരണം ഈ മോഡൽ ഇത്രയും മോഡലുകൾ ഉണ്ടോന്ന് അറിയുന്നത് തന്നെ ഇപ്പോൾ ഈ റിപ്പോർട്ട് കാണുമ്പോഴാണ്. ഒരുപാട് മോഡലുകളുണ്ട്. കാരണം നമ്മൾ അറിയുന്ന നമുക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു കമ്പനി അല്ലല്ലോ. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ പരിചയമാവാൻ പോവുകയാണ്. നല്ല ഭംഗിയാണ് ടെസ്ല. ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു. എനിക്ക് തോന്നുന്നു നല്ല പെർഫോമൻസും ആണ് എന്നാണ് പറയുന്നത്. 2 യൂണിറ്റുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അത് കുറച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് രീതിയിൽ വേണം മസ്കിന്റെ വരവിനെ കാണാൻ. നോക്കാം എങ്ങനെയാണ് മസ്ക് ഇവിടെ പച്ചപിടിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരുപാട് ആളുകൾ നടക്കാൻ വരുന്നുണ്ട് അല്ലേ പ്രജൻ? പിന്നെ നമ്മൾ മാത്രമല്ല, ഒരുപാട് പേര് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്ട്രെച്ച് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് കമ്മീഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ, ഉദ്ഘാടനം ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുത്തെ പ്രഭാത സവാരിക്കും സായാഹ്ന സവാരിക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ആൾക്കാർ പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന കുറച്ചുകൂടി നേരം വെളുത്തു വരുമ്പം നല്ല ഭംഗിയാണ്. ഇങ്ങനെ മഞ്ഞ് പുതച്ച് കിടക്കുന്ന പാടമാണ് കാണാൻ പറ്റുന്നത്. കാഴ്ച ഉടൻ തന്നെ കുറച്ചും കൂടി വ്യക്തമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്നുള്ള പ്രതീക്ഷയുടെ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ RSSന്റെ പുതിയ ആസ്ഥാന മന്ദിരം കേശവ് കുഞ്ചിൻ ഉദ്ഘാടനം ചെയ്യും. ശിവാജി ജയന്തി ദിനത്തോടനുബന്ധിച്ചാണ് ഓഫീസിന്റെ പ്രവേശനോത്സവം ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നത്. വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയാണ് ചടങ്ങ്. RSS മേധാവി മോഹൻ ഭാഗവത്, ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലെ തുടങ്ങിയവർ പങ്കെടുക്കും. ഡൽഹിയിലെ ആസ്ഥാനം 1939 മുതൽ പ്രവർത്തിക്കുന്ന കെട്ടിടം നവീകരിച്ചാണ് ഈ പുതിയ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. 2016 ഓഗസ്റ്റിൽ മോഹൻ ഭാഗവത് തറക്കല്ലിട്ട കെട്ടിടം 150 കോടി രൂപ ചെലവഴിച്ചാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. അടുത്തൊരു വാർത്തയിലൂടെ പോവാം അല്ലേ? അത് സമാധാന കരാറുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൽ നിബന്ധന വെച്ചിട്ടുണ്ട് റഷ്യ എന്നുള്ളതാണ്. യുക്രൈനിൽ നേറ്റോ രാജ്യങ്ങളുടെ സമാധാന സേനയെ ഒരു കാരണവശാലും സമാധാന കരാറിന്റെ ഭാഗമായി അംഗീകരിക്കില്ല എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവ് വ്യക്തമാക്കിയത്. അമേരിക്കയുമായി സൗദിയിൽ നടത്തിയ ഉന്നതതല ചർച്ചയ്ക്ക് ശേഷമാണ് ലാവ്റോവിന്റെ പ്രസ്താവന. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള ചർച്ചകൾക്കായി ഉന്നതതല സമിതി രൂപീകരിക്കാൻ അമേരിക്കയും റഷ്യയും തമ്മിൽ ധാരണയായി ഇന്നലെ നടന്ന ചർച്ചയിലേക്ക് യുക്രൈനെ ക്ഷണിക്കാതിരുന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പ്രതികരിച്ചു. യുക്രൈനെ ഒഴിവാക്കിക്കൊണ്ട് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുക്കാൻ കഴിയില്ലെന്നും സെലൻസ്കി വ്യക്തമാക്കുന്നു. US റഷ്യ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് ഇരു രാജ്യങ്ങളും സ്ഥാനപതികളെ നിയമിക്കുന്ന കാര്യത്തിൽ ധാരണയായി. ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ച പിന്നീട് തീരുമാനിക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചിട്ടുണ്ട്. അതൊരു വൻ സംഭവമായിരിക്കും അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇനി ഉണ്ടാവുകയാണെങ്കിൽ അല്ലേ? പുടിൻ ട്രംപ് എന്തായാലും അമേരിക്കയാണ് ഇതിലെല്ലാം നേതൃത്വം നൽകുന്നത്.